ബസന്ത് ഇപ്പോൾ അതായത് നമ്മൾക്ക് അതായത് 10ാമത്തെ പേജിൽ പറയുന്നതനുസരിച്ചുകൊണ്ട് നിലവിൽ ഇതിൽ പഠനം വേണമെന്നുള്ള കാര്യം സർക്കാർ ആവശ്യപ്പെടുകയാണ്. ഇതിൽ പഠനം മതത്തിൽപ്പെട്ട ആളുകൾ തന്നെ ഇതിനെപ്പറ്റി പഠിക്കണമെന്നുള്ള കാര്യം ആവശ്യപ്പെടുകയാണ്. കൂടിയാലോചനകളും ഒപ്പം തന്നെ വിശാലമായിട്ടുള്ള അഭിപ്രായവും ഒക്കെ സാമൂഹ്യ പരിഷ്കർത്തായിട്ടുള്ള ആളുകളുടെ ഒക്കെ ഭാഗത്ത് ഉണ്ടാവുകയും അതിനുശേഷം ഒരു തീരുമാനമെടുക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു ഭാഗം. അതായത് ബാലു പറഞ്ഞതുപോലെ സർക്കാർ ഇതിലൊരു കൃത്യമായിട്ടുള്ള നിലപാട് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നില്ല. പക്ഷേ സർക്കാർ നിലപാടിൽ നിന്ന് മാറില്ല എന്നുള്ളതായിരുന്നു നേരത്തെയൊക്കെ പാർട്ടി ജനറൽ സെക്രട്ടറി ആയാലും ഇന്നലെ ഇപ്പോൾ നമ്മൾ ഇവിടെയുള്ള മന്ത്രിമാരോടൊക്കെ ചോദിക്കുമ്പോൾ നടത്തുന്ന ഒരു പ്രതികരണം എന്ന് പറയുന്നത്. പക്ഷെ ഇന്നലെയാണ് യൂട്ടേൺ എന്നുള്ള തരത്തിലൊരു വാർത്ത വരികയും ചെയ്തത്. പക്ഷേ നേരത്തെ ആണെങ്കിൽ ഈ സുപ്രീം കോടതി വിധി വന്നപ്പോൾ വിധി ആകെപ്പാടെ വിധി വന്നു, ഞങ്ങൾ നടപ്പിലാക്കാൻ ബാധ്യസ്ഥരാണ് എന്നുള്ളതായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. ആ നിലപാടിൽ നിന്നും സർക്കാർ ഒരു ചലനം വരുത്തിയില്ലേ എന്നുള്ളതാണ് നമുക്കിത് വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്, അല്ലേ? അല്ല, ഇതിൽ അക്ഷയ ഇതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത എന്ന് പറയുന്നത്, ഇത് ഞങ്ങൾ മുൻ നിലപാട് മാറ്റുകയോ അല്ലെങ്കിൽ ഞങ്ങളൊരു നിലപാട് പറഞ്ഞില്ല എന്ന് സംസ്ഥാന സർക്കാർ ഇതിലൂടെ പറയുമ്പോൾ, അതായത് യുവതികളെ പ്രവേശിപ്പിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ നിലപാട് പറയുന്നില്ല എന്ന് പറയുമ്പോഴും, അങ്ങനെയാണെങ്കിൽ എന്തിനാണ് അന്ന് ഒരു കോടതി ഉത്തരവ് എന്നുള്ള അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ 2 സ്ത്രീകളെ അവിടെ കയറ്റിയത് എന്ന് കൂടി സർക്കാർ വിശദീകരിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഈ പറയുന്ന മതപണ്ഡിതന്മാർ പിന്നെ നടത്തി അല്ലെങ്കിൽ അത് പരിശോധിച്ച് സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ അഭിപ്രായം തേടിയ ശേഷം മാത്രമേ ഞങ്ങൾ പിന്നെ ഇത്തരം വിഷയത്തിൽ അഭിപ്രായം പറയൂ എങ്കിൽ അന്ന് ധൃതി പിടിച്ച് യുവതികളെ കയറ്റുന്നതിന് പറഞ്ഞ് കുറച്ചു നേരം കാത്തിരിക്കാമായിരുന്നു. ഈ പറയുന്ന വിഷയങ്ങൾ ഒരു റിവ്യൂ നൽകുന്ന ഒരു സമയം ചോദിച്ചുകൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് സർക്കാരിന് നീങ്ങിക്കൊണ്ട് തന്നെ കുറെ സമയം വാങ്ങാൻ സുപ്രീം കോടതിയിൽ നിന്ന് സാധിക്കുമായിരുന്നു. അതിന് പകരം ഒരു ഏറ്റുമുട്ടലിന്റെ പാതയിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം അന്ന് ഉടലെടുത്തത് ഈ ഒരു നിലപാടാണ്. 2 സ്ത്രീകളെ അവിടെ നിർബന്ധപൂർവ്വം കൊണ്ടുപോകുന്ന പോലീസിന്റെ സഹായത്തോടെ അവരുടെ സുരക്ഷിത വലയത്തിൽ അവിടെ എത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെയാണെങ്കിൽ എന്തിനന്ന് കൊണ്ടുപോയി എന്നുള്ള ചോദ്യത്തിന് സർക്കാർ മറുപടി പറയേണ്ടി വരുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന ഒരു ആരോപണം. ശരിയായിരിക്കാം, ഒരു സമുദായത്തിലെ ഒരു മതത്തിലെ ആചാരങ്ങൾ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരു ജുഡീഷ്യൽ പരിശോധന ആവശ്യമെങ്കിൽ ആ സമുദായത്തിൽപ്പെട്ടവരുമായി അതിൻ്റെ സാമൂഹ്യ പരിഷ്കർത്താക്കളുമായും മതാചാര്യന്മാരുമായി നിങ്ങൾ ആലോചിക്കണമായിരുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെയായിരുന്നെങ്കിൽ കാത്തിരുന്നുകൂടെയായിരുന്നു എന്നുള്ളതാണ്. ഈ പറയുന്ന അന്ന് കോടതി ഉത്തരവ് വരുമ്പോൾ ധൃതി പിടിച്ച് 2 സ്ത്രീകളെ എന്തിനു കയറ്റി എന്നുള്ളതും അതിനുശേഷം നടത്തിയിട്ടുള്ള രാഷ്ട്രീയ ഇടപെടലുകളും ഒക്കെ എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ള മറുപടി കൂടി പറയാൻ ഇടതുമുന്നണി സർക്കാർ ഇപ്പോൾ പിന്നെ നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇപ്പോൾ പറഞ്ഞൊഴിയുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഇതിലൊരു വ്യക്തമായ നിലപാടെടുക്കാതെ സ്ത്രീകളെ പ്രവേശിപ്പിക്കണോ വേണ്ടയോ എന്നുള്ളതിന് പകരം ഇതൊക്കെ മറ്റുള്ളവർ ചെയ്യേണ്ട കാര്യമാണ് എന്നുണ്ടെങ്കിൽ അന്ന് ആ ഒരു നിലപാടെടുക്കാമായിരുന്നു. ഇല്ലെങ്കിൽ തന്നെ ശബരിമല പോലെ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമെന്ന നിലയ്ക്ക് സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അവർക്ക് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് സ്ത്രീകൾ വരുന്ന ഒരു സാഹചര്യം ഉരുത്തിരിയുകയാണെങ്കിൽ അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള സമയം എനിക്ക് വേണം, അല്ലെങ്കിൽ സർക്കാരിന് വേണം എന്നാവശ്യപ്പെടാമായിരുന്നു. പമ്പ മുതൽ മുകളിലേക്ക് സ്ത്രീകൾ കൊണ്ടുപോകുന്നതിനുള്ള സൗകര്യം ഒരുക്കണം. മറ്റുള്ള ഭക്തന്മാർ പോകുന്നത് പോലെയല്ല ഒരു പ്രത്യേക വിഭാഗം സ്ത്രീകൾ പെട്ടെന്ന് വരുമ്പോൾ. അപ്പോൾ ആ ഒരു സാഹചര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതിയിൽ നിന്നും സമയം വാങ്ങിയെടുക്കാമായിരുന്നു അന്ന്. അതിന് പകരം കൂടുതൽ ധൃതി പിടിച്ച് ഒരു ഏറ്റുമുട്ടലിൻ്റെ ഒരു സൂചന നൽകിക്കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഞങ്ങൾ ഇതെല്ലാം ആചാരങ്ങൾ ലംഘിക്കുന്നത് നല്ലത് എന്നുള്ള തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് എന്തിന് അന്ന് 2 സ്ത്രീകളെ മുന്നിൽ കൊണ്ടുപോയി എന്നുള്ള കാര്യം കൂടി വിശദീകരിക്കേണ്ട ഒരു സാഹചര്യം വരുന്നു. ഇതിൽ മറ്റൊരു വിഷയം കൂടിയുണ്ട്. ഈ പറയുന്ന മതാചാരങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് എന്നെങ്കിൽ അന്ന് പറഞ്ഞ അതേ നിലപാട് തന്നെ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അന്നും സർക്കാരിന് വിശദീകരിക്കാമായിരുന്നു. ഞങ്ങളുടെ അന്നത്തെ അഫിഡവിറ്റിലും അന്നത്തെ സത്യവാങ്മൂലത്തിലും ഇതുണ്ട് എന്നാണ് സർക്കാരിൻ്റെ നിലപാടെങ്കിൽ അന്നും ഇത് പൊതുജനങ്ങളോട് പറയാമായിരുന്നു. ഞങ്ങൾ പറഞ്ഞിരുന്നത് ഇതാണ് കോടതിയുടെ മുന്നിൽ, മതാചാരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് പരിശോധിക്കാൻ ഒരു സമിതി വേണം. അത് മതങ്ങളുമായി ബന്ധപ്പെട്ട ആചാര്യന്മാരുടെയോ അല്ലെങ്കിൽ അതിൻ്റെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയോ ഒക്കെ തന്നെ അഭിപ്രായങ്ങൾ തേടാനുണ്ട് എന്നുള്ള ആ സാവകാശം തേടുന്നതിന് പകരം എന്തിന് ധൃതി പിടിച്ച് 2 പേരെ ക്ഷേത്രത്തിലേക്ക് അല്ലെങ്കിൽ സന്നിധാനത്തേക്ക് കൊണ്ടുപോയി എന്നുള്ള കാര്യത്തിൽ കൂടി സർക്കാർ വിശദീകരണം നൽകാൻ ബാധ്യസ്ഥമാണ്. ഇതിപ്പോൾ ഈ പറയുന്ന 7 കോടതി മുന്നോട്ട് വെച്ച 7 ചോദ്യങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ട് ഒഴിഞ്ഞു മാറുന്നു എന്നുള്ളതല്ലാതെ ആ വ്യക്തമായ ഒരൊറ്റ ചോദ്യം, സ്ത്രീകൾ ശബരിമലയിൽ അല്ലെങ്കിൽ പ്രായപൂർത്തി കഴിഞ്ഞ സ്ത്രീകൾ അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക ഏജ് ഗ്രൂപ്പിലുള്ള സ്ത്രീകൾ അവിടെ പ്രവേശിക്കാൻ അനുവദിക്കണമോ വേണ്ടയോ എന്നുള്ള ആ ചോദ്യത്തിന് വ്യക്തമായ ഒരു ഒറ്റ ഉത്തരം നൽകാൻ സർക്കാർ തയ്യാറായില്ല എന്നുള്ളതാണ് ഇതിൽ അറിയേണ്ടത്. അതാണ് ഈ സത്യവാങ്മൂലം കൊണ്ട് നമുക്ക് വ്യക്തമാകുന്നത്.